അഭയമായി നിത്യവും പണിയുന്നു ഞങ്ങൾ. കരുണ ചെയ്യുക എന്തോ താമസം കൃഷ്ണ. കരുണ ചെയ്യുക എന്തോ താമസം കൃഷ്ണ. ജനഹൃദയങ്ങളിൽ ജീവിക്കുന്നു ഒരുപാട് കലകളെ അല്ലെങ്കിൽ കലാകാരന്മാരെ കൈത്ത് താങ്ങ് നൽകിക്കൊണ്ട് അവരുടെ മറ്റ് പ്രവർത്തനങ്ങൾക്ക് കൂടെ നിൽക്കുക എന്നതാണ് ഫോക്ക്ലാൻഡിന്റെ പ്രധാനപ്പെട്ട ധർമ്മം. നാടൻ പാട്ടുകാരി, സിനിമാ നടി, ഉത്തര കേരളത്തിന്റെ എല്ലാമെല്ലാമായ ശ്രീ തമ്പയ്യേച്ചി ഒരുപക്ഷെ ഫോക്ക്ലാൻഡിന്റെ കൂടി എല്ലാമെല്ലാമാണ് തമ്പയ്യേച്ചി. ചെറിയ കുട്ടികളായ ഞങ്ങളൊക്കെ അന്നൊരു പക്ഷെ ഈ ശ്രീനിവാസൻ എന്ന് പറയുന്ന വ്യക്തി ആരും അറിയില്ല. അദ്ദേഹം സിനിമാനായി മാറുന്നത് ആർക്കും പ്രതീക്ഷിക്കാൻ കഴിയില്ലായിരുന്നു. അദ്ദേഹത്തിന്റെ രൂപത്തിലും അതുണ്ടായിരുന്നില്ല, സംസാരത്തിലുണ്ടായിരുന്നില്ല, ഒന്നുണ്ടായിരുന്നില്ല. പക്ഷെ ആള് ഇങ്ങനെ കൂത്തുപറമ്പുന്ന ഒരു നാടകക്കാരൻ വന്നിട്ടുണ്ട്. അയാളുടെ പേര് ശ്രീനിവാസൻ എന്നാണ്. അയാള് അവിടെ ഇല്ല. കേശവത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഫോക്ക്ലാൻഡുമായിട്ട് അഭേദ്യമായ ബന്ധം വളരെ വർഷങ്ങളായിട്ടുണ്ട്. അച്ഛനുമായിട്ട് വളരെ അടുത്ത ബന്ധം നിലനിർത്തുന്ന ഒരാൾ കൂടിയാണ് ഫോക്ക്ലാൻഡിലെ ചെയർമാനായിട്ടുള്ള ജയരാജൻ സാർ. പല പരിപാടികളും ഇതിനു മുന്നേ കേശവതീരത്ത് ഞങ്ങൾക്ക് ആതിഥേയത്വമിടാൻ സാധിച്ചിട്ടുണ്ട്. ഇന്നും അതുപോലുള്ളൊരു ചരിതാർത്ഥ്യപരമായിട്ടുള്ളൊരു മുഹൂർത്തം തന്നെയാണ് 36ാം വാർഷികം കേശവതീരത്ത് വെച്ച് നടത്തുവാൻ സാധിച്ചു എന്നുള്ളതിൽ ഒരുപാട് സന്തോഷമുണ്ട്. മുതൽ 2025 വരെയുള്ള 68 വർഷങ്ങൾ ആയിരക്കണക്കിന് ആളുകൾക്ക് വെളിച്ചം പകർന്ന വഴികാട്ടിയായി മാറിയ ഒരു ജീവിതമായിരുന്നു. ഈ പുസ്തകം ഒരുപക്ഷെ ആദ്യമായിട്ടാണ് ആളുകളിലേക്ക് എത്തുന്നത്. പാണപ്പൊറാട്ട് കലാകാരങ്ങളായി പാലക്കാട്, മലപ്പുറം ഭാഗങ്ങളിലൊക്കെ അവതരിപ്പിച്ചു വരുന്ന ഒരു നാടോടി നാടക രൂപമാണ്. പാലക്കാട് ജില്ലയിൽ പട്ടികജാതിക്കാരായ പാണസമുദായക്കാർ പാരമ്പര്യമായി കെട്ടിയാടുന്ന ഇത്ര നൂറ്റാണ്ടെന്ന് പറയാൻ വേണ്ടിയിട്ട് അങ്ങനത്തെ ഒരു കലാരൂപമാണ് പാണപ്പൊറാട്ട്. 1200-1200 അമ്പലങ്ങളിൽ ഇന്നും ഇത് ചെയ്തു വരികയാണ്. 10 ഗ്രൂപ്പായിട്ട് ഒരു ഗ്രൂപ്പാണത്. എന്താ അവിടെ എന്തറിയോ, അതാണ് നാടകളി കേട്ടോ.